വാണിജ്യ വാർത്ത. JP സ്റ്റോഴ്സ് ചേലക്കര സെന്ററിൽ രാജപ്രഭ ആർക്കേഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. JP സ്റ്റോഴ്സ് ചേലക്കര സെന്ററിൽ രാജപ്രഭ ആർക്കേഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനം അഫ്ല ജബ്ബാർ നിർവഹിച്ചു. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനുള്ളത് ചേലക്കരയിലുള്ള രാജപ്രഭ ബിൽഡിങ്ങിലാണ്. ഇന്നിവിടെ ഒരു പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്ന സാധനങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് സ്കൂളിലേക്ക് ആവശ്യപ്പെട്ട എല്ലാ സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. കുപ്പിയായാലും അതുപോലെ കൊടകൾ, ബുക്കൊക്കെ ഉണ്ട് ഇവിടെ. നമുക്കിതൊക്കെ ഒന്ന് നോക്കാം. പുലാക്കോട് സ്വദേശി ജിഷ്ണു പ്രസാദാണ് മാനേജിംഗ് ഡയറക്ടർ. അമ്മ രാധ, സഹോദരി ജിഷ, അജന്യ, ആകർഷ, അശ്വജിത്ത്, പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡ് മെമ്പർ ജി പ്രദീപ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായ ബാഗുകൾ, കുടകൾ, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ തുടങ്ങി സ്കൂൾ കുട്ടികൾക്ക് വേണ്ട എല്ലാ സാമഗ്രികളും കൂടാതെ ഗിഫ്റ്റ് ഐറ്റംസ്, ഫാൻസി ഐറ്റംസ് എന്നിവയും മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാണ്. കൂടാതെ 35 രൂപ നിരക്കിൽ മഴക്കോട്ടുകൾ വിവിധ വർണ്ണങ്ങളിൽ ഇവിടെ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9744933841. ചേലക്കര പഞ്ചായത്തില് രാജപ്രഭ ബിൽഡിങ്ങിൽ നമ്മൾ ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അത് JP സ്റ്റോഴ്സ് ആണ് നമ്മുടെ ഷോപ്പിന്റെ പേര്. നമ്മുടെ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി സംഭവങ്ങളാണ് ഉള്ളത്. അതായത് നമുക്ക് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചേലക്കര പഞ്ചായത്തിൽ കൊടുക്കണേക്കാട്ടും ഏറ്റവും റേറ്റ് കുറവിലാണ് നമ്മൾ ഈ പ്രൊമോട്ട് ചെയ്യണ ഒരു സംഭവം. കോസ്മെറ്റിക് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെയിൻ കോട്ടിനാണ് ഏകദേശം 35 രൂപയാണ് ഈ റെയിൻ കോട്ടിന്. ഇത് നമുക്ക് പോക്കറ്റിലടക്കം ഇട്ട് പോകാനുള്ള ഒരു ഇത് ജസ്റ്റ് ഒരു കൺസെപ്റ്റ് മാത്രമാണ് എൻ്റെ പ്രോജക്റ്റിലുള്ളത്. ജസ്റ്റ് ബുക്സുകളൊക്കെ നമുക്ക് വളരെ ചീപ്പായിട്ടുള്ള റേറ്റ് കുറവിലാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ വാട്ടർ ബോട്ടിലാണെങ്കിലും ജസ്റ്റ് ബോക്സും ഈ കുടയൊക്കെ നമുക്ക് നിസ്സാരം റേറ്റ് കുറവിലാണ് നമുക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ആൾക്കാരുടെ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കുറവിൽ കിട്ടണ ക്വാളിറ്റി ഉണ്ടാവില്ല. അത് നമുക്ക് ക്വാളിറ്റി, നമുക്ക് ലാഭത്തിന്റെ ഒരു സീക്വൻസ് നമുക്ക് ഓൾറെഡി ഇല്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാർക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കുക എന്നുള്ളൊരു പ്രയോജനം മാത്രമാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് ഉള്ളത്. എല്ലാവരും സഹായ സഹകരണം ഓൾറെഡി ഉണ്ടാവണം. അത് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഉണ്ടാവുമെന്ന് നമ്മുടെ വിശ്വാസം ഉണ്ട്. CCV ന്യൂസ് ചേലക്കര.